ആത്മഭാരമില്ലാത്ത 5 മണിക്കൂറിലെ പ്രാർത്ഥനയെക്കാളും ആത്മഭാരമുള്ള നമ്മുടെ വിഷയങ്ങൾ ദൈവം ഏറ്റെടുത്തുള്ള ബോധത്തോടുകൂടിയ എത്ര സെക്കൻഡ് ആണെങ്കിൽ അതാണ് വാല്യൂബിൾ. എത്ര സമയം ഇരുന്നു എന്നല്ല ദൈവം നോക്കുന്നത്, ആ സമയം നമുക്കുള്ള ദൈവിക സന്നിധിയിലെ വിശ്വാസം എന്തോരം ഉണ്ട്, എന്തളവിലുണ്ട് എന്നുള്ളതാണ് ദൈവം. നീ 5 മണിക്കൂർ പ്രാർത്ഥിച്ചൊന്നും ഒരിക്കലും ദൈവം ചോദിക്കരുത്. ഞാൻ ബൈബിളിൽ വായിക്കാത്ത 2 കൂട്ടരെയാണ് കാണാത്തത്. ഒന്ന് പ്രാർത്ഥനാപരമുള്ളവരെ, 2 പ്രാർത്ഥന വീരന്മാർ. അങ്ങനെ ഒരു സംഭവം ബൈബിളിനകത്ത് പ്രാർത്ഥനാ വീരന്മാരെന്ന് ഒരു സ്ഥലത്ത് എഴുതിയിട്ടില്ല, പ്രാർത്ഥന വരമില്ല. പ്രാർത്ഥന വരമുണ്ടെങ്കിൽ അതിന് ഡിഫക്റ്റ് നിങ്ങൾക്ക് അറിയാമോ? അയാൾ പ്രാർത്ഥിച്ചാൽ മാത്രമേ കേൾക്കൂ. അങ്ങനെ കേൾക്കേണ്ടി വന്നാൽ പിന്നെ ദൈവം എൻ്റെ ആരാണ്? അങ്ങനെ അയാളെ ഞാൻ എങ്ങനെ അപ്പനെന്ന് വിളിക്കുന്നു? ഞാൻ പ്രാർത്ഥിച്ചാലേ കേൾക്കുകയുള്ളൂ. ഈ ബ്രദർ പ്രാർത്ഥിച്ചാൽ കേൾക്കില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അപ്പൻ എങ്ങനെയാവും? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നാണ് ഞാൻ ധരിക്കുന്നത്. ഹീസ് മൈ ഫാദർ. ഇത് പറഞ്ഞപ്പോഴേ യേശുവിനെ തല്ലാൻ ചെന്നുകൊണ്ട് തന്നെ ലോകം ഇത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. ലോകം ഈ പൗരോഹിത്യം എന്ന് പറഞ്ഞ് എന്റെ മണ്ടയിൽ ഏതാണ്ടിരിക്കുന്നു എന്നുള്ള ചിന്തയാണ് വെച്ചിരിക്കുന്നത്. ഞാൻ നിങ്ങളെ എന്നിലേക്ക് ആകർഷിക്കുന്നതല്ല ആത്മീയത, ഞാൻ നിങ്ങളെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കാനാണ് എന്നെ സഭയിലെ പുരോഹിതനല്ല. പുരോഹിതന്റെ വാക്ക് പുതിയ നിയമത്തിൽ ഇല്ല. പുരോഹിതനാക്കി അല്ല വെച്ചിരിക്കുന്നത്, എന്നെ ഇടയരാക്കി വെച്ചിരിക്കുകയാണ്. ഐ എം എ ഷെപ്പേർഡ്, ശ്രേഷ്ഠയുടെ ക്രിസ്തുവ. ഈ വചനങ്ങളെ ഞാൻ നിങ്ങൾക്ക് പകർന്നു തരാൻ വേണ്ടി വെച്ചിരിക്കുക. നിങ്ങളുടെ വ്യക്തിപരമായ വീട്ടിൽ, നിങ്ങളുടെ വ്യക്തിപരമായ വിഷയത്തിൽ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ കേൾക്കുമെന്ന് നിങ്ങൾക്ക് ബോധം തരാം. അതില്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും ആലയത്തിൽ പോയി കിടക്കാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കേ. എപ്പോഴും നമ്മുടെ എല്ലാ വിഷയങ്ങളും പാസ്റ്റർ വിളിക്കാൻ പറ്റുമോ? ഇല്ല. കർത്താവിനെ കല്ലെറിയാൻ എടുത്തത് അല്ലെങ്കിൽ കർത്താവിനെ ഉപദ്രവിക്കാൻ ആളുകൾ തയ്യാറായത് ദൈവത്തെ സ്വന്തം പിതാവെന്ന് പറഞ്ഞുകൊണ്ടാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാമത്തെ അധ്യായം 18-ാമത്തെ വചനം ഒന്ന് വായിച്ച്. യോഹന്നാൻ 5:18. യോഹന്നാൻ എഴുതിയ സുവിശേഷം 5:18. അങ്ങനെ അവൻ ശബത്തിനെ ലംഘിച്ചത് കൊണ്ട് മാത്രമല്ല ഉണ്ടോ ദൈവത്തെ ആരാക്കിയതുണ്ടോ? ഓൺ ഫാദർ. അപ്പൊ നമ്മുടെ ദൈവം ആരാ? മൈ ഓൺ ഫാദർ, എന്റെ സ്വന്തം അപ്പൻ. ഇതാണ് ക്രിസ്തു പഠിപ്പിച്ചത് നമ്മളെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ടത് സ്വർഗസ്ഥനായ എന്റെ അപ്പ. എന്റെ അപ്പനാ. രക്ഷിക്കപ്പെട്ട നിങ്ങളുടെ അപ്പനാണ് ദൈവം. ആ ദൈവം ആത്മാവായി എന്റെ അകത്തിരിക്കുക. ഈ ദൈവവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ച് കളയാൻ പറ്റുന്ന ഒരു ശക്തി ഇന്ന് വരെ എഴുന്നേറ്റിട്ടില്ല, നാളെ എഴുന്നേക്കത്തില്ല. അപ്പനുമായിട്ടെന്നുള്ള ബന്ധത്തിൽ നിന്ന് അകറ്റിക്കളയാൻ പറ്റുന്ന ഒരു പിശാചുണ്ടെന്ന് പറഞ്ഞാൽ ഐ കനോട്ട് അക്സെപ്റ്റ്. എനിക്ക് ബൈബിളിന്റെ അവസ്ഥയിൽ അത് അംഗീകരിക്കാൻ പറ്റും. സ്തോത്രം. ഒരുപക്ഷെ ദൈവവചനത്തെ സംബന്ധിച്ചുള്ള ബുദ്ധി വികാസനം ഉണ്ടാകാത്ത ഒരു മനുഷ്യന്റെ വാക്ക് അതാണ് നെപ്പിയോസ്. ശൈശവ ദിശയിലിരിക്കുന്ന ഒരു മനുഷ്യൻ. നമ്മൾ മക്കളെങ്കിലും അവകാശികളോ? വളരെ മനോഹരമായിട്ട് ഗലാത്യ ലേഖനം ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും ദാസനേക്കാൾ വിശേഷത ഉള്ളവനല്ല. നമ്മൾ വീണ്ടും ദാസനായി പോയിക്കൊണ്ടിരിക്കുക. വീണ്ടും ഏതോ പാസ്റ്ററുടെ കാൽക്കീഴിൽ പോയിരിക്കുക. നമ്മള് ഉപദേശവും പക്വതയും ദൈവവചനം നന്നായി വ്യാഖ്യാനിച്ചു നൽകുന്ന ഒരു ദൈവദാസന്റെ കീഴിൽ നിന്ന് വചനം ദൈവത്തോട് അടുപ്പിക്കുന്ന നിലകൾ പഠിക്കേണ്ടത് ആവശ്യമാണ്. അല്ലാതെ നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരാളുടെ കൂടെ അല്ല, നമ്മളെ ഭീതിപ്പെടുത്തുകയല്ല വേണ്ടത്. എന്നെ ബോധ്യമാക്കി തരുന്ന ഒരു ബന്ധം, പ്രേയറിൽ ഉണ്ടാകുന്ന ഒരു ബന്ധം, എനിക്ക് അതാണ്. ഫിലിപ്പിയ ലേഖനത്തിന്റെ 4-7 വാക്യം ഒന്ന് വായിക്കാമോ? പ്രാർത്ഥനാ മുറിയിൽ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും ലെവലായിട്ട് എവിടെയായിക്കോട്ടെ, ചിലപ്പോൾ കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മുടെ ഒരു പെയിൻ ഉള്ളിലുണ്ടാകും. ഉടനെ പറയണം, അപ്പാ വിദൂരതയിലിരിക്കുന്നവനാണ് അല്ലേ. അതിൽ 3 സ്റ്റെപ്സ് ഞാൻ പറയാറുണ്ട്. പഴയ നിയമം പറഞ്ഞത് ഞാൻ നിന്നോട് കൂടെയുണ്ട് അല്ലെ. പഴയ നിയമത്തിന്റെ വാക്കുകൾ മുഴുവൻ ഞാൻ നിന്നോട് കൂടെയുണ്ട്. ക്രിസ്തുവിന്റെ കാലമായപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ 2-3 പേർ എവിടെ കൂടിയാലും ഞാൻ നിങ്ങളുടെ മധ്യത്തിലുണ്ട്. അപ്പോസ്തലന്മാരുടെ കാലത്ത് വന്നപ്പോൾ എന്തോ പറഞ്ഞു? നിങ്ങളിൽ ഇരിക്കുന്നവൻ അവരിലുള്ളവനേക്കാൾ വലിയവൻ. കണ്ടോ? പഴയ നിയമത്തിൽ പഠിപ്പിച്ചത് എന്തോ പഠിപ്പിച്ചേ? കൂടെയുണ്ട്.
ക്രിസ്തു പഠിപ്പിച്ചപ്പോ നടുവിലുണ്ട്. അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ നിന്നപ്പോ റെവലേഷൻ മാറിയിട്ട് പറഞ്ഞു ഞാൻ നിങ്ങളിലുണ്ട്. എവിടെയുള്ള ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത്? ഏതാണ്ട് ആകാശമണ്ഡലങ്ങൾക്ക് അപ്പുറം ഇരിക്കുന്ന ഒരു ദൈവത്തോടല്ല പ്രാർത്ഥിക്കുന്നത്. കണ്ണടയ്ക്കുമ്പോൾ എന്റെ ഉള്ളിലിരിക്കുന്ന ദൈവത്തെ കാണാനുള്ള തെളിഞ്ഞ കാഴ്ചപ്പാട് നമുക്കുണ്ടായിരുന്നു. അതാണ് എനി ടൈം നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. എല്ലാ സമയവും എവിടെ ഇരിക്കുക. ഞാൻ ഇതെല്ലാം കൊണ്ട് സ്റ്റോർ ചെയ്ത് വെക്കല്ല, അടുത്ത പ്രാവശ്യത്തേക്ക് കൊടുക്കാം. എന്റെ വിഷയങ്ങളെല്ലാം ദൈവത്തോട് കൊടുക്കും. എന്നിട്ട് എന്നോട് കൂടെ ചേർന്ന് പറയാം, അപ്പാ താങ്ക്സ്, ഇന്ന് കേട്ടതിനായി നന്ദി. ആ ഒരു ഇൻറ്റുമസിയിലേക്ക് ഒന്ന് വന്നേ നിങ്ങൾ. അപ്പനെന്നുള്ള ഇൻറ്റുമസിയിലേക്ക് വന്ന്, അപ്പൻ മക്കൾ എന്നുള്ള ഇൻറ്റുമസിയിലേക്ക് വന്ന്, എന്നെ കാണുന്ന എന്നെ അറിയുന്ന എന്റെ അപ്പനാണ് എന്റെ ദൈവം. ഇതാണ് ദൈവവചനം നമ്മളെ വേർതിരിച്ചത്. എന്റെ ചിന്ത ഇതോടെ നിന്ന് അതെങ്ങനെ എനിക്ക് ചിന്താകുലം വരുന്നത്? പ്രാണനിൽ വന്നതാണോ? പ്രാണന്റെ വേദനയാണ്. പ്രാണന്റെ വേദന ഒരിക്കലും കൊണ്ട് നടക്കരുത്. ആ പ്രാണന്റെ വേദന ഇട്ടു കൊടുക്കണം ദൈവകരം. ഇതാണ് ദൈവവചനം വന്നിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് തരുന്നത്. എന്ത് മനോഹരാന്ന് പറയാം വേർഡൊക്കെ. ഇതല്ലേ കർത്താവിന്റെ കൂടെ 3 ദിവസമൊക്കെ ശുശ്രൂഷയിൽ ഇരുന്ന സമയം പോയത് അറിയാത്തത്. 3 ദിവസം തിന്നാൻ പറഞ്ഞു. ഇറ്റ് വാസ് നോട്ട് എ ഫാസ്റ്റിംഗ്, ഉപവാസ പ്രാർത്ഥനയല്ല. 3 ദിവസം ഇരുന്നവരറിഞ്ഞില്ല. കർത്താവ് വെള്ളം ഉണ്ടാക്കിയില്ല, അന്യഭാഷയും പറഞ്ഞില്ല, ഇടക്കിടയ്ക്ക് ഭൂതത്തെയും പുറത്താക്കിയില്ല, ഒന്നും ചെയ്തില്ല. 3 ദിവസം ഇങ്ങനെ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കേൾക്കാൻ പറ്റിയത് എങ്ങനെയാന്ന് ചോദിച്ചാൽ 3 ദിവസം അവരറിഞ്ഞില്ല. 3-ാമത്തെ ദിവസം കർത്താവ് പറഞ്ഞു 3 ദിവസമായിട്ട് ഇവര് എന്നോടുകൂടെ പാർക്കുന്നു. അവർക്ക് ഭക്ഷിക്കാനൊന്നുമില്ല. ഇനി ഇരുന്ന് ഒക്കത്തില്ല. അവന്മാർ എന്താന്ന് ചോദിച്ചാൽ അവരെ കുറിക്കുന്ന കാര്യങ്ങൾ അവരെന്താണെന്നുള്ളത് വ്യക്തമാക്കി. നമുക്ക് വേണ്ടിയത് അതാ ദൈവം മക്കളെ. എന്താ ദൈവം? ആരാ ഞാൻ? എന്തുവാ ഞാൻ ചെയ്യേണ്ടത്? ഈ സാഹചര്യം വരുമ്പോൾ ഞാൻ എവിടെ ഓടേണ്ടത്? ഞാൻ ഒത്തിരി അറിഞ്ഞിട്ടുള്ള മനുഷ്യനാണ്. അത് മോശം മധ്യസ്ഥനായിരുന്നു. മോശം മീഡിയേറ്റർ. നമുക്ക് ക്രിസ്തുവാണ് മധ്യസ്ഥൻ. രാവും പകലും കർത്താവ് നമുക്ക് വേണ്ടി മധ്യസ്ഥം ചെയ്തുകൊണ്ട് നമ്മളെ വീട് നടന്നു വരുന്നത്. ഒന്നുകൂടെ ആ തിമോത്തിയോസ് ലേഖനം ഒന്നുകൂടെ ഞാൻ വ്യക്തമാക്കാം. 1 തിമോത്തിയോസ് 2-ാമത്തെ അധ്യായം 5-ാമത്തെ വരെ. ഇത് എടുത്താണ് ആക്ച്വലി പറഞ്ഞാൽ നമ്മളെ എന്ത് ചെയ്യുന്നത്? അത് ഒരു അടിമത്വം നമ്മളാക്കി വയ്ക്കും. എനിക്ക് വേണ്ടിയിട്ട് ഒരു പാസ്റ്റർ 3 ദിവസം ഇരിക്കുന്നു. ഐ കനോട്ട് സിറ്റ് ഫോർ യു. എനിക്ക് എങ്ങനെ ഇരിക്കാൻ പറ്റും? എന്റെ ചർച്ചിൽ 50 പേരുണ്ടെങ്കിൽ എനിക്ക് ആത്മാർത്ഥമായിട്ട് എല്ലാ വീട്ടിലും 3 ദിവസം ഒരു ദിവസം ഉപവസിക്കാൻ പറ്റുമോ? നിങ്ങളൊന്ന് ആലോചിച്ചു. നെവർ. ഐ കനോട്ട് ഡു. ചെയ്യാൻ പറ്റത്തില്ല. ആസ് എ മാൻ എനിക്കത് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അവകാശം പറയാൻ എനിക്ക് പാടില്ല. ഇത് നമുക്ക് സാധ്യമാക്കി തരുന്നത് നമ്മുടെ അപ്പനാണ്. നിങ്ങൾക്ക് എനിക്ക് വേണ്ടി പ്രാണം തന്നാൽ. റോമാലേഖനം 8:32 വായിച്ചിട്ട് വന്നേ. റോമാലേഖനം 8:32. റോമർ 8:32. എല്ലാവരും ആരുണ്ട്? നിങ്ങളുണ്ട്, ഞാനുണ്ട്. സെയിം വിലയാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടി തന്നത്. എല്ലാവർക്കും വേണ്ടി തന്നവൻ, ഏൽപ്പിച്ചു തന്നവൻ കണ്ടോ? ഇതെല്ലാം വരുന്നത് പുത്രനിൽ നിന്നാണ്. ഇതെല്ലാം വരുന്നത് പുത്രനാണ്. നാം സ്വീകരിച്ചു വരുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ നോക്കുവിൻ. ശ്രദ്ധിച്ചു നോക്കാനാ, സൂക്ഷിച്ചു നോക്കാനാ പറഞ്ഞിരിക്കുന്നത്. എബ്രായലേഖനം വളരെ വ്യക്തമായി 3-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ആരാണെന്നും കൂടെ ഒരു വാക്യം ബൈബിളിലേക്ക് ന്യായപ്രമാണമായിട്ട് നോട്ട് റിലേറ്റഡ് ടു ലോ. പഴയ നിയമത്തിലെ ലോയുമായിട്ട് നമ്മൾ കണക്റ്റഡ് അല്ല. റോമർക്കെതിരെ ലേഖനം 3-ാമത്തെ അധ്യായം 19-ാമത്തെ വചനം. ഗലാത്യ ലേഖനം 5-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം. റോമർ 3:19 അതിന്റെ ആദ്യ ഭാഗം. ന്യായപ്രമാണം പറയുന്നതെല്ലാം ആരോടാണ്? നമ്മൾ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവർ. അത് പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മൾ ഇതിനെ പഠിക്കുന്നു. ഇത് ന്യായപ്രമാണം പറഞ്ഞാൽ നമ്മൾ പഠിപ്പിക്കുന്നു. നമ്മളാരാ? ഗലാത്യ ലേഖനം 5-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം. 5:18. നമ്മൾ ആരാണ്? ആത്മാവിനനുസരിച്ച് നടക്കുന്നവർ. ആത്മാവിനനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നമ്മൾ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവർ.
നന്നായി പഠിക്കേണ്ടുന്ന 2 പുസ്തകമാണ് റോമാലേഖനം, ഗലാത്യലേഖനം. നന്നായിട്ടൊന്ന് പഠിക്കണം. നമ്മൾ ആത്മാവിനനുസരിച്ച് നടക്കുന്നത്. നമ്മൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല. ന്യായപ്രമാണത്തിന്റെ ഒരു കൽപ്പന ഒരാൾ ലംഘിച്ചാൽ സകലത്തിനും കുറ്റക്കാരനാണ്. അവന് മൊത്തത്തിൽ ചെയ്യാൻ ഒക്കത്തില്ല. അതുകൊണ്ടാണ് സകല മനുഷ്യരെയും പാപത്തിന് കീഴിൽ ദൈവത്തിന് കരുണ കാണിക്കാൻ വേണ്ടിയിട്ട് പഴയ പുതിയ നിയമത്തിലൂടെ അടച്ചുകളഞ്ഞു. എന്തിനാണ്? അവരോടും നമ്മളോടും കരുണ ചെയ്യുക. കാരണം ഇതൊരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്നില്ല. അവനെ തന്നെ അന്തർലീനമായത് ന്യായപ്രമാണം വന്നപ്പോൾ അവന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്തത്. അവനിലുള്ള കാര്യമാണ്. ന്യായപ്രമാണം വന്നപ്പോഴല്ല പാപിയായത്. പാപിയായ മനുഷ്യന് ന്യായപ്രമാണം വന്നപ്പോഴാണ് പാപമാണെന്ന് ബോധം വന്നത്. ലോ വന്നപ്പോഴാണ് പാപിയാണെന്ന് അറിഞ്ഞു. അതിനു മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ലോ വന്നപ്പോൾ പാപിയാണെന്ന് പറഞ്ഞു. അത്രയാണ് അവിടെ സംഭവിച്ച കാര്യം. അപ്പൊ ഞാൻ ഇന്ന് തിരിച്ചു നിങ്ങളെ കൊണ്ടുവരാം. 2:5 വായിച്ച്. ദൈവം ആരാണ്? ഒരുവനാണ്. അപ്പൊ മധ്യസ്ഥൻ ആരേ ഉള്ളൂ? നമ്മൾ കത്തോലിക്കക്കാരെ മാത്രം വഴക്ക് പറയാൻ വേണ്ടിയിട്ടാണ് വാക്യം എടുക്കുന്നത്. ദൈവത്തിന് മനുഷ്യനും മധ്യസ്ഥൻ ഒരാളേ ഉള്ളൂ. അത് ആരാണ്? മധ്യസ്ഥൻ എന്തായിരിക്കണം? മറുവില കൊടുക്കണം. എന്ന് പറഞ്ഞാൽ ഈ ബ്രദറിന് ഒരാൾ 10 ലക്ഷം രൂപ കൊടുക്കുകയാണ്. ഞാൻ ഇതിന്റെ മധ്യം നിന്ന് കോംപ്രമൈസ് ചെയ്യണമെങ്കിൽ അത് അടുത്ത് ചോദിക്കുന്നത് പാസ്റ്റർ ചെയ്ത് തരുമോ? ഏറ്റോ? ഞാൻ ഏറ്റു. കണ്ടോ? പാപത്തിന് മറുവിലയായി തന്റെ പ്രാണനെ കൊടുത്ത് നമ്മളെ വീണ്ടെടുത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥം ചെയ്യണം. നമ്മുടെ പ്രാർത്ഥന ആക്ച്വലി നമുക്ക് അറിയത്തില്ല എന്തുവാ പ്രാർത്ഥിക്കേണ്ടത്. ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടിയിട്ട് ആത്മാവ് താൻ ദൈവത്തോട് പക്ഷപാതം ചെയ്തു. പക്ഷപാതം ചെയ്താലോ? പരിശുദ്ധാത്മാവ് പക്ഷപാതം ചെയ്താലോ? കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തു. സദാസമയം നമുക്ക് വേണ്ടി ജാഗരിക്കുകയാണ് ദൈവസന്നിധിയിൽ, പിതാവായ ദൈവത്തിന് മുമ്പിൽ നമുക്ക് വേണ്ടി. ഇവിടെ ഞാനൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കും. ഞാൻ നിങ്ങൾക്ക് മീഡിയേറ്റർ ആയിട്ടല്ല പ്രാർത്ഥന, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. അപ്പൊ നമ്മുടെ പ്രാർത്ഥന എങ്ങനെയാണ്? ആസ് എ ബ്രദർ, നമ്മളെല്ലാം മക്കളാണ്. മക്കൾ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. എന്റെ അപ്പ എന്റെ ഇളയ മോന് വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ എന്റെ സഹോദരന് വേണ്ടി ചെയ്യണം. അതാണ് നമ്മൾ ഒരുമിച്ചുള്ള പ്രാർത്ഥന. ഒരു മനസ്സോടുകൂടി പ്രാർത്ഥന, ഐക്യതയോട് പ്രാർത്ഥന, ഒരുവന് വേണ്ടി ഒരുവനും പ്രാർത്ഥിക്കും. അതാണ് പുതിയ നിയമത്തിന്റെ മുഴുവനും പ്രാർത്ഥന. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പരിശോധിക്കട്ടെ ബൈബിള്. ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്താൽ മനസ്സിലാവും. നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത് അതിന് വരെ ഫിയറാണ്. പാസ്റ്റർ ഫിയർ നമ്മളെ വരുത്തും. നമ്മളെ പൗരോഹിത്യത്തിന്റെ കെട്ടിക്കളഞ്ഞിരിക്കുന്ന പാസ്റ്റർ ഫിയർ നമ്മളെ വരും. നമ്മൾ തിരിച്ചു വരികയാണ്. ഞാൻ ഈ 2 വാക്യങ്ങൾ വായിപ്പിച്ചു. ഇതിന്റെ നടുവിൽ നമ്മൾ കുടുങ്ങി പോകേണ്ടെന്ന് ആവശ്യമില്ല. 2 വാക്യങ്ങൾ ഞാൻ വായിപ്പിച്ചു. ഏതൊക്കെയാണ്? റോമാലേഖനം വായിപ്പിച്ചു. റോമാലേഖനം 3:19 നമ്മൾ വായിച്ചു. ഗലാത്യലേഖനം വായിച്ചു. ആ 2 ഭാഗങ്ങൾ മാത്രം കാഴ്ചവെക്കാൻ നമ്മൾ നോക്കുകയാണ്. കുറെ എക്സ്പ്ലനേഷൻ അതിനകത്ത് ആവശ്യമാണ്. എങ്കിലും നമുക്ക് ഡീപ്പായിട്ട് അതിന്റെ കാര്യങ്ങളെ മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമാകും. അപ്പോൾ നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം? ഉണർവ് ഉള്ളവരായിരിക്കണം. എബ്രായ ലേഖനത്തിലോട്ട് ഞാൻ വന്ന് ആ ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരുപക്ഷെ അടുത്ത ആഴ്ച നമ്മൾ സെയിം സാധനം തന്നെ ഒന്ന് കണ്ടിന്യൂ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. വായിച്ചു. ഉള്ളതായി മൂർച്ചയേറിയതും. കണ്ടോ? പ്രാണൻ ആത്മാവ് സന്ധി മജ്ജകളെയും ഡിവൈഡ് ചെയ്യുക. ഇതെങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത് നമ്മൾ അറിയും. ഇത് എവിടെ നിന്നാണ്, എന്താണ്, ഏതാണ്, എന്റെ പ്രാണൻ നിന്ന് വന്നതാണോ ആത്മാവിൽ നിന്ന് വന്നതാണോ എന്നുള്ള വസ്തുത എനിക്ക് പിശാച് തരുന്നതാണോ ദൈവം തരുന്ന ആലോചനയാണ്. ഇതെല്ലാം ഡിവൈഡ് ചെയ്യേണ്ടത്. ഇതിനെല്ലാം നമ്മൾ എങ്ങനെയാണ് താരതമ്യം ചെയ്ത് പഠിക്കേണ്ടത് വെച്ചാൽ വചനത്തിലൂടെയാണ്. ഇതെല്ലാം ശോധന ചെയ്യേണ്ടത് വചനത്തിലൂടെയാണ് നമ്മൾ ശോധന ചെയ്ത് അതിനെ മനസ്സിലാക്കി വചനം വെച്ചായിരിക്കണം കമ്പയർ ചെയ്യേണ്ടത്. വചനം വെച്ച് കമ്പയർ ചെയ്യണം. ആ വചനം വെച്ച് കമ്പയർ ചെയ്ത് പോയാൽ മാത്രമേ കണ്ടോ അലറുന്ന സിംഹം പോലെ വരികയാണ്. എന്തിനാണ്? ഈ വചനം വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റാതെ നമ്മളെ ആകുല ചിത്തരാക്കണം, നമ്മളെ ഭയം ഉണ്ടാക്കണം, ഭീതി ഉണ്ടാക്കണം, എന്നിട്ട് നമ്മളെ ഓടുമാറാക്കണം. ആദ്യം ചെയ്യുന്നത് കൂട്ടം തെറ്റി ഓടുമാറാക്കിയിട്ടാണ് പിടിക്കുന്നത്. അപ്പൊ നമ്മുടെ ഫെയ്ത്തും നമ്മുടെ വിശ്വാസവും അപ്പനാണെന്നുള്ള ചിന്തവും എന്റെ പ്രാർത്ഥന കേൾക്കുന്നുള്ള ചിന്തവും എല്ലാം പോയിട്ട് നമ്മുടെ മനസ്സാകപ്പാടെ ചഞ്ചലിക്കും. ഒരിക്കലും ചഞ്ചലം ദൈവം തരുന്നില്ല. പ്രാർത്ഥിക്കാൻ ദൈവകരൻ കൊണ്ട് സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം ഇവിടെ കാക്കും. നമ്മുടെ നിലവുകളെ, ചിന്തകളെ, അല്ലേ? ഒന്നുകൂടെ വായിച്ച വാക്യം, 7-ാമത്തെ വാക്യം.
നിങ്ങൾ ആ ഓരോ വേർഡും ഭയങ്കര ഭയങ്കര ഞാൻ ചുമ്മാ വാക്യം പറഞ്ഞു പോകുമല്ല, ആ വേർഡിന്റെ റെവലേഷനാണ് നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾ ചിന്താകുലതകൾ ദൈവസ്ഥലിൽ ഇട്ട് കഴിയുമ്പോൾ സകല ബുദ്ധിയെ കവിയുന്ന ഇത് നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ടോ? We should feel the thing. നമുക്ക് ഇത് നമ്മൾ ഫീൽ ചെയ്യണം. ദൈവസ്ഥലിൽ പ്രാർത്ഥിക്കുമ്പോൾ ഫ്രീ ആയി, എനിക്ക് വെയിറ്റ് ഉണ്ടായിരുന്നു, ഭാരം ഉണ്ടായിരുന്നു, ഞാൻ എന്റെ അപ്പന്റെ കൊടുത്തു. ചോദിച്ചാൽ പറ്റും, ഞാൻ എന്റെ അപ്പന്റെ കൊടുത്തു, അപ്പം നോക്കിക്കോ. എന്തൊരു ബന്ധമാണെന്നറിയാമോ? അതിനെയാണ് ഇന്റിമസി എന്ന് പറയുന്നത്. എന്റെ അപ്പനുമായിട്ട് എനിക്കുള്ള ബന്ധം അല്ലേ? എന്റെ മോൾക്കൊരു ആവശ്യം വന്നു, അവൾ എന്നോട് ചോദിക്കാം, പപ്പ ഇന്നതുണ്ട്, അവള് പിന്നെ അത് മറന്നു. പിന്നെ ഭാരം മുഴുവൻ ആർക്കാം? എനിക്കാവാൻ അത് വാങ്ങിച്ചു കൊടുത്തില്ലല്ലോ. എന്റെ കുഞ്ഞ് ചോദിച്ച ചിലപ്പോ ഒരു കുഞ്ഞ് ഐസ്ക്രീം ആയിരിക്കും. എന്റെ മകളോട് എനിക്ക് ആ ഒരു ഇന്റിമസി ഉണ്ടെങ്കിൽ പ്രാണൻ കാൽവറി നമുക്ക് വേണ്ടി അവസാന തുള്ളിയും തന്നു. അവിടുത്തെ വിലാപ്പുറത്തുണ്ടായിരുന്ന ചോരയും നീരും പടയാളി വന്ന് കുത്തിയപ്പോൾ അത് നിനക്കാന്ന് പറഞ്ഞ് ഒഴുക്കി തന്ന കർത്താവ്. ആ വേർഡിന്റെ ആഴം മനസ്സിലാകും. സ്വന്തം പുത്രനെ ആദരിക്കാതെ നിന്നെ അതിനേക്കാളും വിലയുള്ളവനെ കണ്ട നിനക്ക് ഈ വില എന്താ തിരിച്ചറിയാത്തതെന്ന ദൈവം ചോദിക്കും. സാധു സുന്ദർ സിംഗ് ഭാരത്തോട് പറഞ്ഞു, അപ്പാ നിന്റെ മക്കൾക്ക് നിന്നെ അറിഞ്ഞുകൂടാ, നിന്റെ മക്കൾക്ക് നിന്നെ തിരിച്ചറിയുന്നില്ല. ഞാൻ നിന്റെ മക്കളോട് പറഞ്ഞിട്ട് മനസ്സിലാവില്ല. മനുഷ്യൻ കരയുമായിരുന്നു. മക്കളെന്നുള്ള ധാരണ അവർക്കില്ല. അപ്പ അവരിന്ന് യാചകരെ പോലെ നിൽക്കുകയാണ്. We are not beggars, we are the child of God. നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. നിങ്ങൾ ഒരു വാക്യം കൂടെ വായിക്കാമോ? ഗലാത്യ ലേഖനം 3-ാമത്തെ അധ്യായം 1-ാമത്തെ വചനം ഒന്ന് വായിച്ചേ. ഗലാത്യർ 3:1. 4:1 വായിച്ചേ. അവകാശം ആർക്കാ ഉള്ളത്? മക്കൾക്കാ. അവകാശ സർവത്തിന് യജമാനനാ. പക്ഷെ അവന് അതിനെക്കുറിച്ച് തിരിച്ചറിവില്ലാത്ത കാലമാണ് ശിശു. അതാ പറയുന്നത്, നിങ്ങൾ ശൈശവ ദശയിൽ ഇരിക്കരുത്. അങ്ങനെ നെപ്പിയോസ് എന്ന ഗ്രീക്ക് വേർഡാ കൊടുത്തിരിക്കുന്നത്. നെപ്പിയോസ്, ശിശുക്കളാവരുത്. നിങ്ങൾ ശിശുക്കളായിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ ആ വീട്ടിലെ ദാസനേക്കാൾ ഒരു വിശേഷതയില്ല. ഇതിലെല്ലാം അവകാശിയാണ് നിങ്ങൾ. അപ്പൊ അവകാശം എങ്ങനെ നിൽക്കേണ്ടത്? നോക്കി, ബ്രദറിനൊരു കുഞ്ഞുണ്ടെങ്കിൽ ഇതിന്റെ എല്ലാം അവകാശമാണ്. അവന്റെ നിപ്പ് എങ്ങനെയായിരിക്കുന്നു ഒന്നും ഇമാജിൻ ചെയ്യുന്നു. നമുക്കിതുണ്ടാകുമ്പോൾ നമ്മുടെ ഒരു നിലയാണ് ഇവിടെ വരുമ്പോൾ എന്റേതാണെന്നുള്ള ചിന്ത വരുന്നത് പോലെ, ഞാൻ ആ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്തിന്റെ അവകാശം എന്റെ അപ്പനവിടെ ഇരിക്കുന്നത്. ഗോതരം എന്റെ അപ്പനെ അറിയത്തില്ല എനിക്ക് വേണ്ടിയത് എന്നുള്ള ആ ചിന്തകളെ മനസ്സിലാക്കി തരണം. നമ്മൾ വിശാലങ്ങളുടെ ഭയപ്പെടേണ്ടതാണ്. തിരിച്ചടിയൊന്നും ഇല്ല കേട്ടോ. വെറുതെ ആളുകൾ പറഞ്ഞ് നമ്മൾ ഭയപ്പെടുത്തുക, അങ്ങനെയൊന്നും തിരിച്ചടിക്കത്തില്ല. അനുവദിക്കുവോ? എന്റെ കയ്യിൽ എന്റെ കുഞ്ഞിരിക്കുക, ഞാൻ നടന്നു പോകുമ്പോ ഒരു പട്ടി കടിക്കാൻ ഞാൻ ഇട്ടുകൊടുത്തിട്ട് പോവോ? കാലും രക്തം വിലയ്ക്ക് കൊടുത്ത് വാങ്ങിയ കർത്താവ് ഏതെങ്കിലും ദേശാധിപതിയോ ഏതെങ്കിലും കൊല്ലിച്ച് പട്ടികളുടെ മുമ്പിലോ നമ്മളെ ഒരിക്കലും ഇട്ടുകൊടുക്കത്തില്ല. എനിക്ക് എന്തോ ഒരു വിശ്വാസമുള്ള അങ്ങനെയാണെങ്കിൽ ഏതോ ഒരു പിശാച് വരുമ്പോ അതിന്റെ മുമ്പിൽ ഇട്ടുകൊടുത്തിട്ട് പോകുന്ന ഒരു ബലഹീന ദൈവം അല്ല നമ്മുടെ ഉണ്ടാവും. സ്തോത്രം. എന്തുവാ ധരിച്ചിരിക്കുന്നത്? ഇതിനു മുമ്പിൽ നമ്മൾ ഇട്ടുകൊടുത്തിട്ട് പോകുന്ന കർത്താവാണ്. പിന്നെ എന്തിനാ കർത്താവ് മരിച്ചേ? എനിക്ക് 2 വാക്യം വായിക്കാതിരിപ്പിക്കാൻ തരവില്ല. കൊലസ്യർക്കെതിരെ 2-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം 15-ാമത്തെ വാക്യം 14-15. കൊലസ്യരെ 2:14-15. നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച്. ആയുധമുണ്ടോ അവർക്ക്? വാഴ്ചകളെ അധികാരങ്ങളെ ആയുധവർഗം വെപ്പിച്ച്. ഇനി ഒരു ദേശാധിപതി ഇല്ല, ദേശത്തിന് ആധിപത്യമൊന്നും ഇല്ല. അങ്ങനെയൊന്നും തടയാനും നോക്കത്തില്ല. ആരാ പഠിപ്പിച്ചെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്നില്ല. കർത്താവ് കാൽവരി അതിനു മുമ്പ് അതിന്റെ സ്വാധീനങ്ങൾ ദേശത്തുണ്ടായിരുന്നു.
പക്ഷേ ഇന്നുണ്ട് ദുരാത്മ സ്വാധീനമുണ്ട്. അത് വേറൊരു മണ്ഡലം. നമുക്ക് മറ്റൊരു നിലയിലേക്ക് വരുമ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാൻ ഞാൻ മനസ്സിലാക്കി തരാൻ വേണ്ടി ശ്രമിക്കാം. അതുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഈ കാര്യങ്ങൾ മനസ്സിലാക്കിച്ച് തരാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞത്, ഞാൻ വായു തുറക്കുമ്പോൾ പ്രാഗൽഭ്യത്തോടെ വചനം സംസാരിക്കേണ്ടത് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, വേറെ ഒന്നിനു വേണ്ടി പ്രാർത്ഥിക്കും. എനിക്ക് കാലം വീട് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. എന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്റെ കുഞ്ഞുങ്ങളല്ലാതെ ദൈവത്തിന്റെയും കൂടെ കുഞ്ഞുങ്ങൾ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അതുകൊണ്ട് എനിക്ക് ഭാരമില്ല. ഇത് എന്റെ മക്കളല്ല. ഞാൻ ഈ കുഞ്ഞുനാളിൽ എന്റെ കുഞ്ഞുങ്ങള് ഞാൻ എന്താ പറയണ്ട, ഓണം സമയത്ത് റോഡ് സൈഡിൽ നിന്ന് പ്ലാറ്റ്ഫോമിൽ നിന്ന് 75 രൂപയുടെ ഡ്രസ്സ് എന്റെ കുഞ്ഞുങ്ങൾക്ക് വാങ്ങിച്ചിട്ട് കൊടുത്തു. ഈ 75 രൂപയുടെ ഡ്രസ്സ് വാങ്ങിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് ഞാൻ എന്റെ അപ്പനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പ, നീ എന്ത് തന്നിട്ടുണ്ടോ എന്റെ കുഞ്ഞിന് കൊടുത്തിട്ടുണ്ട്? എന്റെ കുഞ്ഞ ഡാഡ മോനെ ചോദിച്ചോ നിലയെന്ന് മാറ്റി പറഞ്ഞു. നമ്മുടെ കാഴ്ചപ്പാട് മാറുമ്പോഴാണ് നമ്മുടെ നില മാറും. നില മാറിയവനല്ല കാഴ്ചപ്പാട് മാറേണ്ടത്, കാഴ്ചപ്പാട് മാറിയാൽ നമ്മുടെ നില മാറും. നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്, എന്റെ അപ്പൻ എന്നെ അറിയാം. ആഴമായ ഒരു ആ റിലേഷനിലേക്ക് വന്നാൽ God knows me, he is my father. അല്ലെങ്കിൽ നമുക്ക് ആ തിരിച്ചറിവില്ലെങ്കിൽ നമ്മൾ എന്തുവാ ദൈവമക്കളാണ്. He knows എന്റെ ഇന്നത്തെ അവസ്ഥ ഏതാണ്. ഞാൻ ചിലപ്പോ പറയട്ടെ, എന്റെ വൈഫ് ചെയ്യുന്ന സമയത്ത് ഈ സാഹചര്യത്തിൽ എന്തോ ചെയ്യും. ഞാൻ പറഞ്ഞു, എന്റെ ഒരു കുഞ്ഞ്, നമ്മൾ നാളെ റോഡിൽ പോയി കിടന്ന ഇവിടെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടല്ലോ. പിന്നെ നമ്മളെന്തിനാ ഭാരപ്പെടുന്നേ? ഞാൻ എവിടെ ഉണ്ടോ അവിടെ എന്റെ കൂടെ കർത്താവ് ഉണ്ടല്ലോ. കർത്താവുള്ളവിടെ എനിക്ക് സ്വർഗമല്ലേ. ഞാൻ പാർക്കുന്ന വീടല്ല എന്റെ വാല്യൂ, എന്റെ ഉള്ളിലിരിക്കുന്ന ദൈവമാണ് എന്റെ വാല്യൂ. എന്റെ നന്മ ആരാന്ന് ചോദിച്ചാൽ എന്റെ അകത്ത് വന്നിരിക്കുന്ന കർത്താവ് എന്റെ നന്മ. അതിനേക്കാളും വലിയ നന്മ എന്തുവാ കിട്ടാതിരിക്കുന്നേ? സ്തോത്രം. ചിലർ നന്മയുടെ കണക്ക് പറയുമ്പോൾ എനിക്ക് ചിരിയാവുന്നു. ഏറ്റവും വലിയ നന്മ എന്ന് പറഞ്ഞാൽ എന്റെ ക്രിസ്തു എന്റെ അകത്തിരിക്കുന്നു. നമ്മൾ ഇതിനേക്കാളും വലിയ നന്മ എന്തുവാ ലോകത്തിൽ കിട്ടാതിരിക്കുന്നേ? ഇവിടെ വീടും കാറും ഇതിനേക്കാളും വലിയ വീട് ഉള്ളവരില്ലേ? അതാണോ നന്മ? ഇത് നന്മയെന്നല്ല വിളിക്കുന്നത്. സ്തോത്രം. ഏറ്റവും വലിയ നന്മ കർത്താവിനെ അറിഞ്ഞുകൊണ്ട് എനിക്ക് നന്മ കിട്ടിയെന്ന് ഒരിടത്ത് പോയി പറയുന്നത്. കർത്താവിനെ അറിഞ്ഞപ്പോൾ കിട്ടിയ നന്മ, കർത്താവായിരിക്കും കിട്ടിയ നന്മ. ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്റെ അപ്പനാണ്. സ്തോത്രം. He is my gift. അതിലാണ് നമ്മൾ സ്വസ്ഥത അനുഭവിക്കുന്നത്. ഇവിടെ വാഴ്ചകളെ അധികാരങ്ങളെയും വയസ്സുകാർ കാൽവറിയിൽ തകർത്തോളഞ്ഞു, എന്നിട്ട് ആയുധവർഗം വെപ്പിച്ചു. ക്രൂശിൽ അവയുടെ മേൽ നമ്മൾ എവിടെയായി ചവിട്ടുന്നേ? വിശാലെ താകട്ടെ, പൊട്ടട്ടെ പൊട്ടട്ടെ. അഭിനയിക്കുവാണോ? എനിക്ക് അറിഞ്ഞുകൂടാത്തോണ്ട് ചോദിക്കുക. ഞാൻ എന്തുവാ ചവിട്ടായിരിക്കുന്നത്? കർത്താവ് ക്രൂശിൽ ജയോത്സവം, അതിന്റെ മുകളിൽ ജയോത്സവം എടുത്തിരിക്കും. ഭയം ഭയം പേടിപ്പിച്ച് നമ്മളെ നിർത്തുക. പേടിയാക്കും. എനിക്ക് പേടിയാണ്. ഞാൻ നേരത്തെ പറയാം, ഞാൻ എന്റെ അപ്പന്റെ കയ്യിൽ, നമ്മുടെ സഹോദരന്റെ 2 കുഞ്ഞുങ്ങളുണ്ട്, കയ്യിൽ ഇങ്ങനെ കൊണ്ട് നടക്കുന്ന ആ കുഞ്ഞിനെ ഇത് അറിയാതെ ഇവിടുത്തെ ഒരു കൊല്ലിച്ച് പട്ടിക്ക് തൊടാനൊക്കത്തില്ലെങ്കിൽ സർവശക്തനായ ദൈവം, നിങ്ങൾ ആ വേർഡ് മറന്നുപോലെ, സർവശക്തനായ ദൈവം, ഈ അഖിലാണ്ടത്തെ സൃഷ്ടിച്ചവന്റെ മക്കളാണ് നമ്മൾ. സ്തോത്രം. ഭൂമിയിൽ ജീവിക്കാൻ ഒരു ആയുസ് ദൈവം വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യം ജീവിക്കും. നിങ്ങൾക്ക് രോഗം വന്ന രോഗത്തെ നോക്കി പറയണം, രോഗമേ ഞാനിവിടെ എത്ര കാലം ജീവിക്കണം തീരുമാനിക്കാൻ നീയല്ല, ദൈവം. ആ കാലം വരയ്ക്ക് രോഗം നിനക്ക് എന്നെ തൊടാൻ പറ്റത്തില്ല എന്ന ബോധമാ അതിന്റെ പേരിൽ നമുക്കുള്ള ജയം. നമുക്ക് വിജിലന്റ് ആയിരുന്നാലേ ഇത് അറിയാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ പിശാചി രോഗം, നീ മരിച്ചു 1000 രൂപ വേണം, ഞാൻ എന്റെ അപ്പനെ എടുക്കുന്നു. ബോധം മരിച്ച കഴിഞ്ഞാൽ എന്റെ അപ്പനെ കാണും. ഞാൻ ഈ ഒരു ധൈര്യമാണ് നമുക്ക് വേണ്ടത്. യഹോവക്തൻ എന്തുണ്ടെന്ന് ദൃഢധൈര്യമുണ്ട്. ഇതാണ് വിശ്വാസം. എന്നെ തീയിലിട്ട ദൈവം എന്നെ വിടുവിക്കും. ഇല്ലെങ്കിൽ ഞാൻ ഈ വീഴുന്ന വിഗ്രഹത്തെ നമസ്കരിക്കും. എന്ന് പറഞ്ഞാൽ അടുത്ത വെളിപ്പാടെന്ന് പറയും, ഞാൻ മരിച്ചുപോയ എന്റെ അപ്പന്റെ അടുക്കലാകരുത്. എനിക്കെന്തോ നട്ടമായിരിക്കുന്നത്.
ഈ ശരീരത്തിൽ ഇരിക്കുന്നതായിരിക്കും നഷ്ടം. ദുഃഖവും പ്രയാസവും കട്ടവും പട്ടിണിയും പരിവട്ടവും ഉള്ള ഈ ഉലകത്തിലല്ല. ചിലരൊക്കെ പറയുന്ന സാക്ഷ്യം കേൾക്കുമ്പോൾ ചിരി വരും. ഒരു ആഴ്ച കാലം കൂടെ ജീവനുള്ളവരുടെ ദേശത്ത് ജീവിക്കാൻ. ചത്തവരുടെ ദേശമായത് ജീവനുള്ളവരുടെ ദേശം അവിടെ. ഭാഗ്യം ലോകത്തിലുള്ളവരെല്ലാം ദൈവം അങ്ങ് എടുത്തപ്പോ എന്നെ മാത്രം ഇവിടെ ഇട്ടു. നല്ലവരെല്ലാം കർത്താവ് എടുത്തപ്പോ എന്തോ അതിന് പറയുന്ന അർത്ഥം മനസ്സിലാവാനായിട്ട് ഞാൻ ചോദിക്കും. ഇത്രയും പേരെ മാറ്റിയപ്പോ എന്നെ മാത്രം ഇട്ടിരുന്നു. നമുക്ക് ഇതുവരെയും ദൈവത്തെ അറിയാം. We don't have intimacy with our God. ദൈവവുമായിട്ട് നമുക്ക് ബന്ധമില്ല. അതുകൊണ്ടാ പേടി അല്ലേ? നിങ്ങൾക്കൊരു അമേരിക്കയ്ക്ക് വിസ കിട്ടും നോക്കുക. രാത്രി ഉറങ്ങും. എനിക്ക് ദൈവമേ അമേരിക്കയ്ക്ക് പോകാനുള്ള എന്തൊരു ഒരുക്കമായിരുന്നു അല്ലേ? വിദേശത്ത് പോയിട്ട് എന്തൊരു പ്രിപ്പറേഷൻ ആയിരുന്നു. ആദ്യമായിട്ടൊക്കെ പ്ലെയിനിൽ കയറുന്നത് എല്ലാം കണ്ടുകൊണ്ടിരുന്നു. ചത്തുവെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രിപ്പറേഷൻ ഉണ്ടാകും. എൻ്റെ അപ്പൻ്റെ അടുത്ത് പോവാ. ഇത്രയും നാൾ ഞാൻ കേട്ട അപ്പൻ, ആ കടമൊഴിയാണ് ഞാൻ കാണാൻ പോയുള്ള സ്വന്തം കണ്ണുകൊണ്ട് അന്യനല്ല സ്വന്തം. ഇതോ എൻ്റെ പ്രത്യാശ, ഇതോ വെപ്രാളം, ഇതോ ഭക്തന്മാർ പാടിയത് കാന്തനെ കാണുവാൻ ആർത്തി വളരുന്നു. ആത്മിക പ്രത്യാശ പാടിയ പാട്ടുകളാണ്. മരണത്തോട് എടുക്കുമ്പോ സാധു കൊച്ചിനെ ഉപദേശിച്ച് പറഞ്ഞു, ഹാ ഇതാണോ മരണം, അങ്ങ് റിസീവ് ചെയ്യുക. ഞാൻ നോക്കുമെങ്കിൽ പിള്ളേരൊക്കെ ഈ കൊരിന്ത്യ ലേഖനമൊക്കെ പഠിക്കാം. നമുക്കുള്ളതാണ് മരണം, നമുക്കുള്ളതെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. ഞാൻ മരണത്തിലുള്ളവനല്ല, മരണം എനിക്കുള്ളതാണ് എന്ന് പറഞ്ഞാൽ വിദേശത്ത് പോകാനുള്ള ഫ്ലൈറ്റ് പോലെ അപ്പൻ്റെ അടുക്ക പോകാനുള്ള വണ്ടിയാണ് എൻ്റെ മരണം. മരണത്തെ ഞാൻ ഭയപ്പെടുകയല്ല. അതാണ് ക്രിസ്തു മരണം ആസ്വദിച്ചു. ആസ്വദിച്ചു എന്ന് പറഞ്ഞാൽ എന്തുവാണ് വാക്കിനർത്ഥം? ഒരു ഭക്ഷണം നമ്മൾ ആസ്വദിക്കുന്ന പോലെ ആ മരണം ആസ്വദിക്കുകയാണ്. എന്തിനാ ആസ്വദിച്ചത്? അപ്പൻ്റെ അടുക്ക് എത്തുമല്ലോ. ഇതാണ് അപ്പോസ്തലന്മാരിൽ നടന്നത്. അതുകൊണ്ടാണ് ലോകത്തിനും യാതൊന്നിനും അവരെ അടിമപ്പെടുത്താൻ പറ്റാത്തത്. കട്ടമോ നഗ്നതയോ പട്ടിണിയോ വാളോ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ ആർക്കും വേർതിരിക്കാൻ കഴിയത്തില്ല എന്ന് ഉറച്ചിരിക്കുക. സ്തോത്രം. നോക്കിയോ ആ വാക്യം ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് ഒരു വാക്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. വേഗത്തിൽ വായിച്ചു, വേഗത്തിൽ വായിച്ചു. ആ ആ ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. കണ്ടോ? ക്രൂശിൽ അവരുടെ മേൽ എന്തിനാ പരസ്യമായി നിർത്തിയിരിക്കുക? പരസ്യമായി ഈ സൂര്യനെ നിനക്ക് പ്രകാശത്തിന് വേണ്ടി നിർത്തിയിരിക്കുന്നത് പോലെ കുഞ്ഞെ നീ അതിനെ ഭയപ്പെടണ്ട, ഞാൻ എന്നെ തകർത്തു. അല്ലെ, ഇനി നിനക്ക് തിരിച്ചൊന്നും അടിക്കത്തില്ല, ഒന്നും തിരിച്ചടിക്കത്തില്ല. ഹല്ലേലൂയ, ഒന്നും തിരിച്ചടിക്കത്തില്ല. ചിലർ പറയാറുണ്ട്, ഞാൻ ആ പ്രാർത്ഥനയ്ക്ക് പോകാതിരിക്കാൻ അതുകൊണ്ട് എന്റെ ടയർ പഞ്ചറായി പോയത്. വാങ്ങിച്ചപ്പോൾ ഉള്ള വണ്ടിയുടെ ടയർ മാറ്റാത്തതിന്റെ കുഴപ്പമാണ്. വിശാലി പിന്നെ ടയർ പഞ്ചറാക്കില്ലേ ജോലി, ഞാൻ ഓട്ടം പിടിച്ചു. എന്തുവാ പറയുന്നത്? ഒരു പിടിയില്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞു കേൾക്കുന്നത്. സത്യം പറഞ്ഞാൽ വിഷമവും ദേഷ്യമൊക്കെ കൂടെ ഒരുമിച്ച് വരാറുണ്ട്. ലൂക്കോസ് സുവിശേഷം അതിന്റെ 10-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം വായിച്ച്. ലൂക്കോസ് 10:19. ഈ പ്രശ്നം ആരുടെയെന്നറിയാമോ? പ്രശ്നം ആരുടെയാണെന്നറിയാമോ? പ്രശ്നം ആരുടെയാണെന്നറിയാമോ? ബൈബിള് കയ്യിലുണ്ട്, വായിക്കത്തില്ല. പ്രശ്നം ആരുടെയല്ല. നമ്മുടെ കയ്യിൽ ബൈബിളുണ്ട്, വായിക്കത്തില്ല. ഇതിന് ആഴമായി ഒന്ന് ചിന്തിക്കത്തില്ല. ഇത് എന്തുവാ മനസ്സിലാകുന്നില്ല. അപ്പനോട് ചോദിക്കണം. നമ്മൾ ബൈബിള് വായിച്ചിരിക്കണം. നമ്മൾ ഡെയിലി ബൈബിള് വായിക്കണം. നമ്മൾ ബൈബിള് വായിക്കണം. ബൈബിള് വായിക്കുന്ന ഭക്തനാകാൻ വേണ്ടിയിട്ടല്ല. ഞാൻ എന്താണെന്നുള്ള വ്യക്തമായ ബോധം എനിക്കുണ്ടാകാൻ, എൻ്റെ അപ്പൻ ആരാണെന്നറിയാം, ഞാൻ എത്ര കാലം ജീവിക്കുമെന്നറിയാൻ, എന്താണ് എൻ്റെ ജീവിതമെന്നറിയാം. ഇവകളെ കുറിച്ചുള്ള ആഴമായ ഒരു ആത്മജ്ഞാനം, അതാണ് ആധ്യാത്മികത എന്ന് ഞാൻ പറയുന്നത്. അതുണ്ടാകാനാണ് നമ്മൾ വായിക്കുന്നത്. ലൂക്കോസ് സുവിശേഷം 10:19 വായിച്ചേ. സകല ബലമാണോ? സകല ബലമാണ്. പിന്നെ നമ്മള് കർത്താവ് എന്തോ കുറച്ച് ചെയ്തു, ബാക്കി നമ്മളും കൂടെ ഇവിടെ ചവിട്ടിക്കൊണ്ടിരിക്കും. കർത്താവ് ശകലം ചെയ്തു, സകല ബലത്തെയും ചവിട്ടുവാൻ പാമ്പുകളെയും തേളുകളെയും, അല്ലേ? പ്രത്യക്ഷമായി അപ്രത്യക്ഷമായി നമ്മൾക്കെതിരെ പ്രവർത്തിക്കുന്ന രണ്ട്
ശക്തികൾ നേരിട്ട് എതിർക്കുന്നത്. പാമ്പ് നേരെ കൊത്തുകയല്ലേ, തേടെങ്ങനെയാ നേരെ പിടിക്കും, വാലുകൊണ്ട് കൊത്തും. ഈ രണ്ട് ശക്തികളെയും ചവിട്ടുവാൻ, ഇതൊരു പാമ്പിനെ കുറിച്ചല്ല ഇവിടെ പറഞ്ഞിരിക്കും. ഈ ഭൂമി ജീവിക്കുന്ന കാലം ഇതിനെ കർത്താവ് നമ്മളിങ്ങനെ പരീക്ഷയിൽ അതിനെ പരീക്ഷയിൽ കടത്താതിരിക്കാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുന്നു. കർത്താവ് നമ്മളെ വിട്ടുകൊടുക്കുന്നില്ല. വിട്ടുകൊടുത്താൽ നമ്മൾ കാണത്തില്ല. നമുക്ക് പിന്നത്തെ എന്താണ് പരീക്ഷ, അത് എങ്ങനെയാ വരുന്നത്, അതിന്റെ കാര്യങ്ങളൊക്കെ വിശദമായിട്ടൊന്ന് മനസ്സിലാക്കാം. പാമ്പുകളെയും തേളുകളെയും പിശാചിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. അടുത്ത വാക്യം, ഒന്നും ഒരിക്കലും. ആ വേർഡ് ശ്രദ്ധിച്ചോണം. ഒന്നും. അന്ന് തിരിച്ചടിക്കുവോ? പിന്നെ എന്തിനാ ഭയപ്പെടുന്നത്? നമ്മളെ പറഞ്ഞ് പേടിപ്പിച്ചിരിക്കുന്നതോ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ വീട്ടിലെ പിശാച് എന്റെ വീട്ടിൽ വന്നു. അങ്ങനെയാണെങ്കിൽ എനിക്ക് എവിടെ പ്രാർത്ഥിക്കാൻ പോകാൻ പറ്റും? ആലോചിച്ച് നോക്കി. അപ്പൊ നമ്മുടെ പ്രാർത്ഥന എല്ലാം നമുക്ക് കൃപയില്ലെന്ന് പറഞ്ഞ് നമ്മളെല്ലാം ആരായി തീരും? വെറും വിശ്വാസിയായിട്ട് പറന്നു പോകാതിരിക്കാൻ വേണ്ടി ഇരിക്കേണ്ടുന്നവരല്ല ദൈവസഭയിലെ ആളുകൾ. നമ്മളെല്ലാവരും ശിഷ്യന്മാർ. ധൈര്യമായിട്ട് വരണം. യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം എന്ന യേശു നമ്മളെ നോക്കിപ്പോ, നീ എവിടെ കാര്യം വയ്ക്കുമോ അവിടെ ഇരുട്ട് പോകും. വിശ്വാസം ഉണ്ടായി നിങ്ങൾ കയറി വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കും. നമ്മുടെ വിശ്വാസമാണ് നമ്മൾക്ക് ആ ദൈവിക പ്രവൃത്തിയെ നമുക്ക് കാണുമാറാകും. ഇനി നമ്മൾ അവിശ്വസിച്ചാൽ നമുക്ക് വലിക്കും. നമ്മൾ ഭയപ്പെടുന്നത് ചുഴലിക്കാറ്റും കൊടുങ്കാറ്റും പോലെ നമുക്ക് അനുഭവിക്കും. ഒരു മനുഷ്യൻ മന്ത്രവാദത്തെ ഭയപ്പെട്ടാൽ അനുഭവിക്കും. ചില ചോദിക്കാറുണ്ട്, കർഷകയെ തിരിച്ചടിക്കുമ്പോൾ നിനക്ക് അതിനെ പേടിയോ? നിനക്ക് അതുകൊണ്ടാ ഭവിക്കും. നിനക്കതിനെ ഭയപ്പെടുന്നു, അത് അടിക്കുമെന്ന് നീ ഭയപ്പെടുന്നു. അതുകൊണ്ടാ നിനക്കത് സംഭവിക്കും. നീ ഭയപ്പെട്ടില്ലെങ്കിൽ അത് സംഭവിക്കും. ആഴമായ വിശ്വാസമുണ്ട്. നമ്മൾ വായിച്ച വാക്യതാണ് ഉണർവുള്ളവർ. ഉണർവെന്ന വാക്കിന് അർത്ഥം ഞാൻ പറഞ്ഞു. തെളിവ്, ആത്മജ്ഞാനം. ആത്മവിഷയത്തിൽ അറിവുള്ളവര്, ആത്മാവിനെ കുറിച്ച് അറിവുള്ളവര്. ഇവകളെ തമ്മിൽ വേർതിരിക്കാനാണ് ദൈവം നമുക്ക് തരുന്നത്. ആ ഒരു കാഴ്ചപ്പാടോടുകൂടെ നമ്മുടെ ആത്മീയ കാഴ്ചപ്പാടുകളെ വെച്ച് നമുക്ക് മുന്നോട്ട് പോകാം. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം.